നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായ ദാവീദ് രാജാവിനെ പറ്റിയാണ്. വിശുദ്ധ ബൈബിളിൽ ദാവീദ് രാജാവിൻ്റെ ജീവചരിത്രം പഴയ നിയമ പുസ്തകത്തിൽ, രാജാക്കന്മാരുടെ പുസ്തകത്തിലും, 2 ശമൂവേൽ പുസ്തകത്തിലും, 1 ദിനവൃത്താന്തം പുസ്തകത്തിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിലെ 1-ാമത്തെ രാജാവ് ശൗലാണ്. അതിനുശേഷം ഇസ്രായേലിലെ 2-ാമത്തെ രാജാവായി ശീശായിയുടെ പുത്രനും ബോവാസിൻ്റെയും രൂത്തിൻ്റെയും പൗത്രനുമായിരുന്ന ദാവീദ് രാജാവായി മാറി. ദാവീദ് എന്ന പേരിന് എബ്രായ ഭാഷയിൽ പ്രിയൻ എന്നും നായകൻ എന്നും അർത്ഥമുണ്ട്. ബഹുമുഖ പ്രതിഭയായിരുന്നു ദാവീദ്. അനുഗ്രഹീതനായ ഗായകൻ, കവി, പ്രവാചകൻ, ഭക്തനായ വ്യക്തിത്വം, ധീരനായ യോദ്ധാവ്, ഉത്തമനായ ഭരണകർത്താവ്, നയതന്ത്ര വിദഗ്ധൻ ഒക്കെയായിരുന്നു ദാവീദ് രാജാവ്. ശൗൽ രാജാവിൻ്റെ ദുരാത്മാവ് നീക്കുവാൻ നിയോഗിക്കപ്പെടുന്ന ഗായകനും രാജാവിൻ്റെ ആയുധ സൂക്ഷിപ്പുകാരനുമായിട്ടാണ് ദാവീദ് രാജസദസ്സിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. ഗോലിയാത്ത് എന്ന ഫെലീസ്തനെ മല്ലനായിരുന്ന അയാളെ കൊന്നതുമൂലം ദാവീദിൻ്റെ കീർത്തി ഇസ്രായേൽ ദേശമെങ്ങും പരന്നു. ഇതിൽ അസൂയ പൂണ്ട ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. ദാവീദിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ശൗൽ രാജാവിൻ്റെ പുത്രിയായ മീഖളാണ്. ശൗലിൻ്റെ മകളായ മീഖളും ശൗലിൻ്റെ പുത്രനായ യോനാഥാനും ദാവീദിനെ രക്ഷപ്പെടുത്തുവാൻ സഹായിക്കുന്നുണ്ട്. ശൗൽ രാജാവിൽ നിന്ന് രക്ഷപ്പെട്ട അഭയാർത്ഥിയായി കഴിയുന്ന ദാവീദ് ശൗൽ രാജാവിനെ കൊല്ലുവാൻ പല അവസരങ്ങൾ ലഭിച്ചിട്ടും അപ്രകാരം കൊല്ലുന്നില്ല. ദാവീദിൻ്റെ സ്വഭാവ ശ്രേഷ്ഠത വെളിവാക്കുന്ന സംഭവമാണിത്. ദാവീദും യോനാഥാനും തമ്മിൽ ഉള്ള സ്നേഹം ഉദാത്തമായ മൈത്രി ബന്ധത്തിൻ്റെ മാതൃകയാണ്. ശൗൽ രാജാവും യോനാഥാനും കൊല്ലപ്പെട്ടപ്പോൾ ദാവീദ് നടത്തുന്ന വിലാപം ഹൃദയസ്പർശിയാണ്. ശമൂവേൽ പ്രവാചകനാൽ നേരത്തെ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്ന ശീശായി പുത്രൻ ശൗൽ രാജാവിൻ്റെ മരണശേഷം എബ്രോനിൽ വെച്ച് യഹൂദാ ഗോത്രക്കാരുടെ രാജാവായി വാഴിക്കുകയെന്നു. 7.5 വർഷങ്ങൾക്കു ശേഷം അവിടെ വെച്ച് തന്നെ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങൾക്കും രാജാവായി ദാവീദിനെ അഭിഷേകം ചെയ്യപ്പെടുന്നു. തുടർന്ന് 33 വർഷക്കാലം ദാവീദ് രാജാവായി ഇസ്രായേലിൻ്റെ രാജാവായി നാടുവാഴുന്നു. അയൽ രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി മെഡിറ്ററേറിയൻ കടൽ മുതൽ യൂഫ്രട്ടീസ് നദി വരെ വിസ്തൃതമായ സാമ്രാജ്യത്തിന് അധിപനായി ദാവീദ് മാറി. യെബൂസ്യരുടെ നഗരമായിരുന്ന യെരുശലേമിനെ അദ്ദേഹം ഇസ്രായേലിൻ്റെ തലസ്ഥാനമാക്കി മാറ്റി. ഇസ്രായേലിലെ യെരുശലേം പിന്നീട് ദാവീദിൻ്റെ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്രായേലിൻ്റെ രാഷ്ട്രീയവും മതപരമായ സ്ഥിരാകേന്ദ്രമായിരുന്നു യെരുശലേം. യഹോവയുടെ പെട്ടകം ദാവീദ് യെരുശലേമിലേക്ക് ആഘോഷമായി കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നു. ഏഫോദ് ധരിച്ച ദാവീദും ഘോഷയാത്രയിൽ പെട്ടകത്തിന് മുമ്പാകെ നൃത്തം ചെയ്യുന്നു. സമാഗമന കൂടാരത്തിനു പകരം വിസ്തൃതവും മനോഹരവുമായ ദേവാലയം നിർമ്മിക്കുവാൻ ദാവീദ് വളരെ പരിശ്രമിക്കുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ മകനായ ശലോമോൻ രാജാവിനാണ് ആ ഭാഗ്യം ദൈവം നൽകിയത്. സങ്കീർത്തനങ്ങളിൽ പലതും ദാവീദ് രചിച്ചതാണെന്നാണ് വിശ്വാസം. ജീവിതാന്ത്യത്തിൽ സിംഹാസനത്തിനു വേണ്ടിയുള്ള പുത്രന്മാരുടെ കലാപങ്ങൾ, പ്രത്യേകിച്ച് അബ്സലോമിൻ്റെ പ്രക്ഷോഭണം തുടങ്ങി ശോചനീയ സംഭവങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ വലിയ ദുഃഖങ്ങൾ ഉളവാക്കി. ദാവീദിൻ്റെ ഭരണകാലം ഇസ്രായേലിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു. ഇസ്രായേൽ രാജ്യത്തെ സംയോജിപ്പിക്കുക എന്ന മഹത്തായ കർത്തവ്യം ദാവീദ് നിറവേറ്റി. ഇസ്രായേലിൻ്റെ അതിരുകൾ അദ്ദേഹം വർദ്ധിപ്പിച്ചു. ശലോമോൻ്റെ കാലത്തുണ്ടായ എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാനം ദാവീദ് രാജാവിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. അദ്ദേഹം ഇസ്രായേലിന് കേന്ദ്രീകൃതമായ ഒരു ആരാധനാ സമ്പ്രദായം ഉണ്ടാക്കി. പരമ്പരാഗതമായ രാജവാഴ്ച ആരംഭിച്ചു. ഇസ്രായേലിലെ മറ്റ് രാജാക്കന്മാരുടെ എല്ലാ മാതൃകാപുരുഷൻ ദാവീദായിരുന്നു. വിദേശ രാജ്യങ്ങളുടെ അടിമകളായി കഴിയുന്ന സമയങ്ങളിൽ ഇസ്രായേലിൻ്റെ പ്രത്യാശ ദാവീദിൻ്റെ സിംഹാസനം പുനഃസ്ഥാപിക്കപ്പെടുമെന്നായിരുന്നു. ദാവീദ് എപ്പോഴും യഹോവയ്ക്ക് ഇഷ്ടപ്പെട്ട പുരുഷനായിരുന്നു. ക്രിസ്തീയ പാരമ്പര്യത്തിലും ദാവീദിന് പ്രധാന സ്ഥാനം ഉണ്ടായിരുന്നു.
നാഥാൻ പ്രവാചകൻ്റെ പ്രവചനം ദാവീദിൻ്റെ ഗൃഹവും രാജ്യത്വവും യഹോവയുടെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കുമെന്നായിരുന്നു. മശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ അദ്ദേഹം ദാവീദ് വംശജനായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ പലരും ദാവീദ് പുത്ര എന്ന് സംബോധന ചെയ്യുന്നത്. ഇത് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായ ദാവീദിൻ്റെ വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.